ഹലോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് സിമറോൻ്റെ ലാസ്റ്റ് അംഗനവാടി ഡേ ആണ്. അപ്പോൾ രാവിലെ കുളിച്ചിട്ട് അവൻ്റെ ഡ്രസ്സെല്ലാം ഇട്ട് കൊടുത്തിട്ട് അങ്ങനെ റെഡിയാക്കലാണ്. എന്നിട്ട് നമ്മൾ അംഗനവാടിക്ക് പോകും. ഇന്ന് പ്രവേശനോത്സവം കൂടിയാണ്. അതുകൂടാണ്ട് അംഗനവാടിയിൽ നിന്ന് പോകുന്ന കുട്ടികൾക്ക് ഇന്ന് സെൻഡ് ഓഫ് അങ്ങനെ വലിയ കാര്യമായിട്ടൊന്നുമല്ല. അവരെ ഇന്ന് ലാസ്റ്റ് അംഗനവാടി ഡേ ആണ്. അങ്ങനെ അവന് മുടിയെല്ലാം ചീകി കൊടുത്തു, സ്പ്രേ ഒക്കെ അടിച്ചു കൊടുത്തു. ലാസ്റ്റ് അവൻ പറയുന്നുണ്ട് ഓക്കെ ബൈ എന്നുള്ള. അപ്പം നമുക്ക് അവന് റെഡി ആവുന്നതൊക്കെ കാണാം. ഇതാണ് ഷിമുറിൻ്റെ ഡ്രസ്സ്. ഇന്ന് ഷിമുറു അംഗനവാടിയിൽ പോകുന്നത്. ഇന്ന് സിമുറുവിൻ്റെ ലാസ്റ്റ് അംഗനവാടി ഡേ ആണ്. അല്ല സിമുറു, സങ്കടാവുന്ന മമ്മ നിൽക്കാ. ഇനി സ്കൂളിൽ പോകുന്നതല്ലേ കുഞ്ഞി വാവ. പിന്നെ അംഗനവാടിയിൽ സിമുറിൻ്റെ ലാസ്റ്റ് ഡേ. ഓക്കെ ഗായ്സ്, അപ്പം നമുക്ക് അംഗനവാടി പോയിട്ട് വരാം. ഓക്കേ. അപ്പോൾ നമ്മൾ അംഗനവാടിക്ക് പോകുന്നുണ്ട്. ഞാനും സിമുറൂട്ടനാണ് അംഗനവാടിയിൽ പോകുന്നത്. അപ്പോൾ അവൻ നല്ല സന്തോഷത്തിലാണ്. ഇവിടെ എത്തുമ്പോഴത്തേക്ക് കുറേ ആൾക്കാരുണ്ടായിരുന്നു. പ്രവേശനോത്സവം കൂടി ആയതുകൊണ്ട് പുതിയ കുട്ടികളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അവനെപ്പോഴും ഞാനുണ്ടെങ്കിൽ അവനൊരു നാണക്കേടന്നെ, ആരെടുത്തും പോകില്ല, എൻ്റെ കൈ പിടിച്ചിട്ടുണ്ട് ഇരിക്കും. അവനെല്ലാവരും കണ്ടപ്പോൾ ആരെടുത്തും പോകുന്നില്ല. അങ്ങനെ പ്രവേശനോത്സവത്തിന് വേണ്ടി നമ്മളെല്ലാവരും അംഗനവാടിൻ്റെ പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ കുട്ടികളെല്ലാം അറേഞ്ച് ചെയ്തിട്ട് നിർത്തിയിട്ട് പിന്നെ നമ്മളൊരു ഘോഷയാത്ര മാതിരി അങ്ങനെ നടന്നു. അങ്ങനെ പുതിയ കുട്ടികളെ അംഗനവാടിയിലേക്ക് വരവേറ്റു. അവരെല്ലാം ഇരുത്തിയിട്ട് അവർക്ക് ഗിഫ്റ്റ് കൊടുത്തു. ക്രയോൺസ് ഉണ്ടായിരുന്നു പുതിയ കുട്ടികൾക്ക്. അങ്ങനെ ഓരോ കുട്ടികൾക്കും ക്രയോൺസ് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ചോക്ലേറ്റ് ഉണ്ടായിരുന്നു, ചോക്ലേറ്റൊക്കെ കൊടുത്തു. പോകുന്ന കുട്ടികൾക്ക് ബുക്ക്, അതാണ് സിമ്രു പറഞ്ഞത്, പോകുന്ന കുട്ടികൾക്ക് ബുക്കും പെൻസിലൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞ ശേഷം ആ പരിപാടിയെല്ലാം കഴിഞ്ഞ ശേഷം അമ്മമാരും ഉള്ളതുകൊണ്ട് കുട്ടികൾക്ക് പിന്നെ ഫോൺ വേണമെന്നായി. അപ്പോൾ സിമ്രുവിൻ്റെ ഫ്രണ്ട്സിനെ വെച്ചിരുന്ന് അവർ ഫോൺ നോക്കുമ്പോൾ അടുത്തിരുന്നിട്ട് ഫോൺ നോക്കുന്നുണ്ട്. അങ്ങനെ ഫോണൊന്നും എന്നോട് ചോദിക്കാറില്ല. അത് കഴിഞ്ഞിട്ട് നമ്മൾ ടീച്ചറും പോവലായി. ടീച്ചറും വേറെ ഒരു അംഗനവാടിയിലേക്ക് ട്രാൻസ്ഫറായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ ടീച്ചറമ്മയ്ക്ക് വേണ്ടിയിട്ട് ചെറിയൊരു ഉപഹാരം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഒരു ഫോട്ടോ ഫ്രെയിമും പിന്നെ ഒരു സാരിയും ഒരു ചുരിദാറും. അപ്പോൾ നമ്മൾ എല്ലാവരും കൂടിയിട്ട് ഗിഫ്റ്റ് കൊടുത്തു. പിന്നെ അത് കഴിഞ്ഞ ശേഷം കുറച്ച് വർത്തമാനം പറഞ്ഞു. അതിന് ശേഷം കുട്ടികൾക്ക് ഫുഡ് ഉണ്ടായിരുന്നു. ഇന്ന് ബിരിയാണി ആയിരുന്നു. ഇന്ന് പിന്നെ പ്രവേശനോത്സവവും പിന്നെ ലാസ്റ്റ് അംഗനവാടി ഡേ എല്ലാം ആയതുകൊണ്ട് നമ്മളെ ക്ലബിൻ്റെ വക ബിരിയാണി സ്പോൺസർ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ കുട്ടികളെല്ലാം ഇരുത്തിയതിന് ശേഷം അവർക്ക് ബിരിയാണി കൊടുത്തു. കുട്ടികൾക്കെല്ലാവർക്കും നല്ല സന്തോഷമായി. പിന്നെ അവർ ബിരിയാണി കഴിച്ചു. ബിരിയാണി കഴിച്ചതിന് ശേഷം നമ്മൾ വീട്ടിൽ പോയി. പിന്നെ വേറെ കാര്യമായിട്ടൊന്നും ഉണ്ടായിട്ട. പിന്നെ ഞങ്ങളും കുറച്ച് ബിരിയാണി ഞങ്ങളും കഴിച്ചു, അമ്മമാരെല്ലാം കഴിച്ചു. അത് കഴിഞ്ഞ ശേഷം നമ്മൾ വീട്ടിൽ പോയി. അത്രയേ ഉള്ളൂ ഗൈസ്.